ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തി കേസെടുത്തു. 2024 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് നടന്ന വളരെ അക്രമാസക്തമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഹസീന ഉൾപ്പെടെ മറ്റ് 2 ഉദ്യോഗസ്ഥർക്കും എതിരെയാണ് ബംഗ്ലാദേശ് പ്രോസിക്യൂട്ടർമാർ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിന് പിന്നാലെ തന്നെ ഷെയ്ഖ് ഹസീനയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുവാനും ഹസീന ഉത്തരവിട്ടതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടിയോടും അനുബന്ധ ഗ്രൂപ്പുകളോടും സുരക്ഷാ സേനയോടും പ്രതിഷേധകരെ കൊലപ്പെടുത്തുവാനും വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഓപ്പറേഷനുകൾ നടത്തുവാനും ഉത്തരവിട്ടതായിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനിസിന് അദ്ദേഹം നടത്തുന്ന ഭരണത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അലയടിക്കുന്നുണ്ട്. ഹസീന തിരികെ എത്തുകയാണ് എങ്കിൽ ഹിന്ദുക്കൾ ഒന്നടങ്കം അവർ തിരികെ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ കഴിയുന്ന ഹസീന പലതവണ തന്റെ തിരിച്ചുവരവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ വാക്കുകളിൽ യൂനിസിന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞിരുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അവർ വീണ്ടും തിരികെ വന്ന് അധികാരത്തിലേറിയാൽ യൂനിസിന് ഇപ്പോൾ അനുഭവിച്ചു വരുന്ന അധികാരവും സുഖ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഒറ്റയടിക്ക് ഇല്ലാതാകുമെന്നും കരുതപ്പെടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹസീനയെ അഴിക്കുള്ളിലാക്കാൻ വേണ്ടി യൂനിസ് ഇത്തരമൊരു പ്രവർത്തികൾ ചെയ്യുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ വരുന്ന ഡിസംബറിൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കും. അതേസമയം വിവിധ ഏജൻസിയിൽ നിന്ന് ലഭിച്ച വീഡിയോ തെളിവുകളും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ നടന്ന കൊലപാതകങ്ങൾ ആസൂത്രിതമായിരുന്നുവെന്നും ചീഫ് പ്രോസിക്യൂട്ടർ താജുൽ ഇസ്ലാം കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ കേസിൽ 81 പേരെ സാക്ഷികളായി പങ്കെടുപ്പിക്കുന്നതിനായിട്ടുള്ള ഇസ്ലാം പറഞ്ഞു. ഭരണാധികാരി എന്ന നിലയിൽ പ്രക്ഷോഭത്തിനിടെ നടന്ന സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് ഹസീനയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചു. പ്രതിഷേധങ്ങളിലും അടിച്ചമർത്തലുകളിലുമായി ഏകദേശം 1500-ൽ പരം ആളുകൾ മരിക്കുകയും 25,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഇസ്ലാം കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. ആഴ്ചകളോളം നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഷെയ്ഖ് ഹസീന ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായതായും ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് പ്രതിഷേധവുമായി തെരുവിൽ കീഴടങ്ങിയതും. അതേസമയം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ സംഘർഷത്തിന് പിന്നിൽ ഹാഫിസ് സയ്യിദിന്റെ ജമാഅത്ത് ഉദ്ദവ അതിന് പങ്കുണ്ട് എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ഭീകര സംഘടനയുടെ ഭാഗമായ സെയ്ഫുള്ള ഖസൂരി, മുസാമിൽ ഹാഷ്മി എന്നിവരുടെ പ്രസംഗത്തിലാണ് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. 1971-ൽ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടപ്പോൾ എനിക്ക് 4 വയസ്സായിരുന്നുവെന്നും അന്നത്തെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം ബംഗാൾ ഉൾക്കടലിൽ മുക്കിക്കൊല്ലും എന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. മെയ് 10-ന് 1971-ന്റെ പ്രതികാരം നമ്മൾ ചെയ്തു എന്നാണ് ലാഹോറിലെ റഹീം യാർ ഖാനിൽ ഖസൂരി പ്രസംഗിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിലെ ഗുജ്റാവാലയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തി എന്നാണ് ഇന്ത്യയെ സൂചിപ്പിച്ചുകൊണ്ട് ഹാഷ്മി സംസാരിച്ചതും. ഓഗസ്റ്റിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്നുകൊണ്ട് ഹസീനയെ അതിനെപ്പറ്റിയാണ് സംസാരിച്ചതും. ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും 3 ദിവസത്തിന് ശേഷം മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേൽക്കുകയുമാണ് ഉണ്ടായത്. ഹസീനയെ പുറത്താക്കുന്നതിന് ശേഷം ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.